ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാലിക്കടവ് ടൗണിൽ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണത്തിനും വെള്ളക്കെട്ടിനുമെതിരെ വ്യാപാരികളുടെ ധർണ. വ്യാപാരി വ്യവസായി സമിതി കാലിക്കടവ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കഴിഞ്ഞ മഴക്കാലത്ത് റോഡിലെ വെള്ളം കടകൾക്കുള്ളിലേക്ക് വരെ ഇരച്ചുകയറുന്ന അവസ്ഥയായിരുന്നു. ഇതുമൂലം വ്യാപാരികളുടെ കച്ചവടം തടസ്സപ്പെടുകയും സാമ്പത്തിക നഷ്ടം നേരിടുകയും ചെയ്തു. ഈയൊരു വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി കാലിക്കടവ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരത്തെ പലതവണ അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ നിരന്തരമായി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വ്യാപാരികൾ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങിയത്. വ്യാപാരി വ്യവസായി സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PK ഗോപാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വ്യാപാരികളാണ് സമരത്തിന് ഇറങ്ങിയതെങ്കിൽ നാളെ ഈ ജനത ഒന്നാകെ സമരത്തിൻ്റെ മുമ്പിലേക്ക് എടുത്തെറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമുണ്ടാവില്ല. അത് അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് നമ്മുടെ മുന്നത്തെ ആവശ്യം. നേരത്തെ ഞാൻ ഇവിടെ സംസാരിച്ചപ്പോൾ നിരവധി ഘട്ടങ്ങളിലായി ഇതിൻ്റെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ മുമ്പോട്ട് പോക്കും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെടുത്തി, അതുപോലെ ഇതിൻ്റെ ഹൈവേ കൺസ്ട്രക്ഷൻ്റെ മേഘാ കമ്പനിയുടെ മുമ്പിലും ഇതിൻ്റെ പോലെ കാര്യങ്ങൾ ഉന്നയിച്ച് പോയിട്ടും ഒരുവിധ മാറ്റവും ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. തീർച്ചയായും ഇത് ഇവിടുത്തെ വ്യാപാരികളോട് കാണിക്കുന്ന ഒരു അവഗണനയാണ്. ആരായാലും അത് നമുക്ക് തീർച്ചയായും ഇന്നത്തെ ഒരു സമരം കൊണ്ട് മാത്രം നമുക്കിത് പരിഹരിക്കപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളമില്ല. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് MV വഹാബ് അധ്യക്ഷനായി. നേതാക്കളായ M മാധവൻ, MV കുഞ്ഞിക്കണ്ണൻ, ഹൈറുന്നിസ, ചുമട്ടുതൊഴിലാളി പ്രതിനിധി അഭിലാഷ് എന്നിവർ സംസാരിച്ചു. M രാഘവൻ സ്വാഗതവും CKV രാഘവൻ നന്ദിയും പറഞ്ഞു. ടൗണിലെ വെള്ളക്കെട്ടിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.